ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഫൺ ഫാമിലി. നമ്മൾ ഇന്ന് എവിടോട്ടാണ് യാത്ര ചെയ്യുന്നതല്ലേ, നമ്മൾ ഗുട്ടഹള്ളിയിലേക്കാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഗുട്ടഹള്ളിയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുവായിട്ടൊരു നേർച്ച പറഞ്ഞായിരുന്നു, അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഗുട്ടഹള്ളി എവിടെയാണെന്ന് വെച്ചാൽ കർണാടകയിലെ കോലാർ ജില്ലയിലെ KGF ചെറിയൊരു ഗ്രാമമാണ് ഗുട്ടഹള്ളി. KGF നിന്ന് ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഗുട്ടഹള്ളിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. മനുവേട്ടനെ കണ്ടോ? മനുവേട്ടൻ്റെ മുടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നല്ല മുടിയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു, എങ്ങനെ മനു ഇത്രത്തോളം മുടി വന്നത്? എണ്ണ വല്ലതും കാച്ചി ചെയ്ത് തേച്ചതാണോ? എന്തായിട്ട് സീക്രട്ട് എന്താ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും നമ്മളൊരു മടിയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കരുത്. അതുപോലെ തന്നെ ഇനി നമ്മളിത് പോകുന്നത് അമ്പലത്തിലേക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ്. അതിന് മുമ്പ് നിങ്ങൾ കണ്ട ഇത് ഞാൻ കാണിച്ചത്, ഇതൊരു കാളയുടെ പ്രതിമയാണ്. നേരെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് നമ്മൾ അമ്പലത്തിലോട്ട് കയറി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാളയുടെ പ്രതിമ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പൂജയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങൾ തേങ്ങയും പൊരിയും ചന്ദനത്തിരിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മളിനി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ്. ഇത് ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലമുള്ള. മൊത്തം പടിയാണ് കേട്ടോ. ഈ മുട്ടുവേദനയും മറ്റുള്ളവർ പോകാതിരിക്കുന്നതാണ് കഴിവിൻ്റെ, അതാണ് നല്ലത്. കാരണം കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ആ കാര്യത്തിൽ തീരുമാനമാവും. ഇനിയിപ്പം മുടി കൊടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട. മുടി കൊടുത്തിട്ട് മാത്രമേ ഇനി അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ഇറങ്ങി നമ്മൾ കൈയും കാലും ഒക്കെ കഴുകിയതിന് ശേഷം വന്ന് തലയും കഴുകി മുടി വെട്ടാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. നമ്മളപ്പോൾ മുടി വെട്ടുന്നതിന് മുമ്പ് ദൈവത്തെ ഒന്ന് മനസ്സിലൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് വേണം ഇരിക്കാൻ. സന്തോഷത്തോടെ വേണം നമ്മൾ കൊടുക്കാൻ. ഒരിക്കലും സങ്കടം കാണിക്കരുത്. അപ്പോൾ അത് ഭഗവാൻ എടുക്കത്തില്ലെന്നാണ് പറയുന്നത്. മനുവേട്ടനാണെങ്കിൽ അങ്ങനെ മുടി വെട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ മുട്ട അടിക്കുന്നതിൻ്റെ ഒന്നും ഒരു സങ്കടമൊന്നുമില്ല. കാരണം പുള്ളിക്കാരൻ വിചാരിച്ച കാര്യങ്ങൾ ഏകദേശം എല്ലാം സാധിച്ചു. നമ്മൾ ഓരോ സാധ്യത്തിനാണല്ലോ നമ്മൾ നേർച്ചകൾ പറയുന്നത്. അപ്പോൾ അത് സാധിച്ചതിൻ്റെ സന്തോഷം മനുവേട്ടന് ആ മുടി കൊടുക്കുന്നതിലും ഉണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയടിച്ചതിന് ശേഷം കൈയും കാലും ഒക്കെ വൃത്തിയായിട്ട് തലയിൽ ചന്ദനവും തേച്ചിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ. അതിനെക്കാളും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി വെട്ടി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, മനുവേട്ടനാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെന്ന് ആദ്യം ചെല്ലാനൊക്കെ ഒരു മടി കാണിച്ചെങ്കിലും പെട്ടെന്ന് പിന്നെ ചെന്ന് ചാടി കയറി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഉള്ളിലോട്ട് പോകും തോറും ഓരോരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്നതും ആ സൈഡിൽ കാണുന്നതൊക്കെ ചെറിയ ക്ഷേത്രങ്ങളായിരുന്നു. ഇനി അതും കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക്, അതായത് ആ പടി ചവിട്ടി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും വലിയൊരു ഗരുഡൻ്റെ ഒരു പ്രതിമയുണ്ട്. ഒരു നാഗത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട്, മെയിൻ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ കയറുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ഉടയ്ക്കണം. അപ്പം മനുവേട്ടൻ അതിനുള്ള തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ നോക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുവാണോ എന്നറിയാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച് മുടി വെട്ടിക്കഴിഞ്ഞാൽ മനുവേട്ടനെ കാണാൻ വൃത്തികേടായിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മുട്ട ശിവ കെട്ട ശിവ എന്ന് പറയുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥനയും മറ്റും കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് 10 മിനിറ്റ് അമ്പലത്തിനകത്ത് ഇരുന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.